നമ്മൾ ഈ കാലത്ത് കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു മലയാളിക്കും പറയാതെ ഓർക്കാതെ ആലോചിക്കാതെ പരസ്പരം പറയാതെ പോകാൻ കഴിയാത്ത ചിലതുണ്ട്. ഒന്ന് കിഫ്ബി, രണ്ട് ലൈഫ്, അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ കിഫ്ബി ലോകം കണ്ടൊരു വലിയ എക്കണോമിക് മോഡലാണ്. അത് എനിക്കൊന്ന് കേരളത്തിൻ്റെ ധനകാര്യം, അത് തോമസ് ഐസക് ആയാലും കെ എൻ ബാലഗോപാലായാലും ഇങ്ങനെ കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ആശുപത്രികളും റോഡുകളും പാലങ്ങളും ഒക്കെ കാണുമ്പോൾ എത്ര വലിയ സ്ട്രെസ് ഉണ്ടെങ്കിലും ഒന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ അഭിമാനം സ്വയവും കൂടി തോന്നാൻ കഴിയുന്ന രണ്ട് ധനകാര്യമന്ത്രിമാരാണ് ഇവർ രണ്ടുപേരും കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ അതിൽ എനിക്കൊന്ന് ഇദ്ദേഹത്തിന്റെ സമയത്ത് കൂടുതലായി അത് ചെയ്യാനും കഴിയും. ഇംപ്ലിമെന്റേഷൻ ഏറ്റവും ശക്തമായി ഈ സർക്കാർ നമ്മൾ 40,000 കോടിയാണ് അതിൻ്റെ കിഫ്ബിയുടെ ആകെ ഇതുവരെ സ്പെൻഡിങ്, ആക്ച്വൽ സ്പെൻഡിങ്. അത് 30,000 കോടിയും ഈ ഘട്ടത്തിലാണ് നടന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടെ, കിഫ്ബി വലിയ മോഡലാണ് എന്നുള്ളതും അത് വലിയ മാതൃകയാണ് നമ്മൾ. പക്ഷേ ആ കിഫ്ബി എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ചിലവിനകത്ത് വരുന്നതായിരുന്നില്ല, പുറത്തുനിന്ന് പ്രത്യേക ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുന്നതായിരുന്നു. ഇപ്പോൾ അത് മുഴുവനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൻ്റെ ഷോൾഡറിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം 10,000 കോടി രൂപ കിഫ്ബിയുടെ പേരിൽ നമ്മൾ നേരത്തെ ഇതിന് പുറത്തുനിന്ന് കിട്ടുന്ന ബോറോയിങ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളാണത് കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഇവരുടെ കേന്ദ്രത്തിൻ്റെ തെറ്റായ നിലപാട് കാരണം, ഇത് ബ്രേക്ക് ചെയ്യാനുള്ള നിലപാട് കാരണം. പക്ഷേ നമ്മൾ കിഫ്ബിയുടെ സ്പെൻഡിങ്ങും പദ്ധതികളും താഴ്ത്തി വെച്ചില്ല, അത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ കിഫ്ബി ഉദ്ദേശതരത്തിൽ കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചില്ല. പക്ഷെ നമ്മൾ കിഫ്ബിയെ ഈ ഗവൺമെന്റ് ശക്തമായിട്ട് കൊണ്ടുപോകും. ഞങ്ങൾ വന്ന കിഫ്ബി നിർത്തുമെന്ന് പറഞ്ഞ ആളുകളാണ്, അവരെല്ലാം കിഫ്ബി പ്രോജക്റ്റിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും എന്താണ് കിഫ്ബിയെ ഇഷ്ടമല്ല, പക്ഷെ കിഫ്ബിക്ക് ബദൽ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമാണ്, വർക്ക് അവർക്ക് ഇഷ്ടമാണ്. എല്ലായിടത്തും അവർക്ക് വർക്ക് വേണമെന്ന് അവർ പറയും എല്ലായിടത്തും. കാരണം നമ്മൾ മണ്ഡലം നോക്കിയിട്ടല്ലല്ലോ, നാഷണൽ ഹൈവേ പോകുന്നതും വലിയ റോഡ് പോകുന്നതും ഒക്കെ മണ്ഡലം നോക്കിയിട്ടാണ്. അത് UDF ആണോ LDF ഒന്നും നോക്കിയിട്ടല്ല. ബേസിക്കലി UDFൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഇന്നലെ നിയമസഭ പറഞ്ഞു, ഇവർ ടെർമിനേറ്റേഴ്സാണ്, കൺസ്ട്രക്റ്റീവ് അല്ല, ടെർമിനേറ്റേഴ്സാണ്. ഇത് മൊത്തം തകർക്കുക, ഞങ്ങൾ വന്നാൽ അതില്ലാതാക്കും, ഞങ്ങൾ വന്നാൽ അതില്ലാതാക്കും, ഞങ്ങൾ വന്നാൽ അത് നിർത്തും എന്നാണ്. ലൈഫ് നിർത്തുമെന്ന് ആരെങ്കിലും പറയുമോ അത്ര ധൈര്യത്തിൽ? അതൊക്കെ ഒരു അസാമാന്യമായ ധൈര്യം വേണോ? അല്ല, ഇത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മതമാണ് പ്രശ്നം, കടമാണ് പ്രശ്നം, ഇങ്ങനെ കേരളത്തിൽ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിൽ ഈ കടമെന്ന് പറയുമ്പോൾ തന്നെ അത് വ്യക്തികൾ വീട്ടിലെടുക്കുന്ന കടം പോലെ അല്ലല്ലോ ഒരു സംസ്ഥാനത്തിൻ്റെ. അത് എക്കണോമിക്കലി സസ്റ്റൈൻഡായി നിൽക്കുന്ന ഏക സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ. അല്ല, വ്യക്തികൾ കടമെടുക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് 30 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം കടമെടുത്താൽ നിങ്ങൾക്ക് 15 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിലാണല്ലോ ബാങ്ക് കടം തരുന്നത്. സംസ്ഥാന ഗവൺമെന്റിനും റീപേ ചെയ്യാൻ പറ്റുന്ന കടമാണ് എടുക്കുന്നത്. അത് ഒരു വ്യക്തി, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥൻ വീടെടുക്കാൻ എടുക്കുന്ന കടത്തിനേക്കാളും വളരെ ശതമാനം കുറച്ചേ സംസ്ഥാനം എടുക്കുന്നുള്ളൂ. ഈസി ആയിട്ട് റീപേ ചെയ്യാമെന്നല്ലാതെ നമുക്ക് എടുക്കുന്നില്ല. അതുൾപ്പെടെ ഡെവലപ്മെൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ സമൂഹത്തിന് ഗ്രോത്ത് ഉണ്ടാവില്ല, ജോലി അവസരം ഉണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. കടം എല്ലാം കുറച്ച് ഞങ്ങൾ ഒന്നും വേറെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്നതല്ല വേണ്ടത്. അതൊരു ബേസിക് ഗ്രോത്തിന് പറ്റുന്ന, വികസനത്തിന് പറ്റുന്ന ഒരു എക്കണോമിക് മോഡലല്ല. കടമെടുത്ത് ഏറ്റവും അർത്ഥവത്തായ മൂല്യവത്തായ നിക്ഷേപം കൂടുതൽ കാര്യങ്ങൾ വരിക.